ലോകത്തിന്റെ വിവിധ കോണുകളിൽ വലിയ ശമ്പളമാണ് കടലുമായി ബന്ധപ്പെട്ട തൊഴിലിടങ്ങളിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2011 ചവറയിൽ നിന്ന് MLA ആയി വിജയിച്ച ഷിബു ബേബി ജോൺ സ്വന്തം മണ്ഡലമായ, അതായത് കടലിന്റെ മക്കളും കായലിന്റെ മക്കളും തീരദേശ മേഖലയിലെ ഒരു വലിയ ജനവിഭാഗത്തിന് അവരുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള തൊഴിലുറപ്പ് വരുത്തുന്നതിന് വേണ്ടി, പഠന സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ചവറയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നു, മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. ചവറ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ഒട്ടനേകം വോട്ടർമാരുള്ള ജനങ്ങളുള്ള മണ്ഡലമാണ് ചവറ. ഇവിടെ ഒരു മനുഷ്യൻ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാവുന്ന, നാടിന്റെ പുരോഗതിയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള, നാടിന്റെ വികസനത്തിന് എന്ത് വേണമെന്ന് ധാരണയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ MLA ആയിരുന്നു. അദ്ദേഹം കേരളത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഷിബു ബേബി ജോൺ എന്നായിരുന്നു. അതെ, ചവറയിലെ ഇത്തവണത്തെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ. ഷിബു ബേബി ജോൺ MLA ആയിരുന്ന കാലത്ത്, തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്ന കാലത്ത് 36 കോടി രൂപ മുടക്കി ചവറയിൽ നിർമ്മാണം പൂർത്തീകരിച്ച മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. നിർഭാഗ്യവശാൽ അതിനുശേഷം വന്നവർക്ക് ആ കാഴ്ചപ്പാട് ഉണ്ടായില്ല. അത് ആരെ കുറ്റം പറയുന്നില്ല, ഓരോരുത്തർക്കും ഓരോതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ഞാൻ കണ്ട നിലയിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചതേ ഇല്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അത് വളരെ ദൗർഭാഗ്യമാണ്. 35 കോടി രൂപ ചിലവാക്കി പണി തീർത്തു, ഉദ്ഘാടനം നടത്തി, അവിടെ താൽക്കാലികമായി ക്ലാസ് വരെ നടക്കുന്നുണ്ടായിരുന്നു. അതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് മാരിടൈമിന്റെ ഒരു ആസ്ഥാനമാകാൻ നീണ്ടാര ശക്തികുളങ്ങര അല്ലാതെ വേറെ എവിടെയാണ് ഉള്ളത്? ആ നിലയിലേക്ക് മാറ്റാനിരുന്നത് 10 വർഷം അത് ഉപയോഗിച്ചേ ഇല്ല എന്നുള്ളത് ക്രിമിനൽ ആയിട്ടുള്ള വീഴ്ചയായിട്ട് ഞാൻ കാണുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ ഷിബു ബേബി ജോൺ. അന്ന് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതികളായിരുന്നു 2 പദ്ധതി. ഒന്ന് മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് നീണ്ടകരയിൽ ഈ മത്സ്യ തൊഴിലാളികളുടെ മക്കൾക്കായിട്ട്, അതേപോലെ തന്നെ സാധാരണക്കാരുടെ മക്കൾക്ക് മറൈൻ കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നതിന് വേണ്ടിയും മറ്റുമായിട്ട് അദ്ദേഹം മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ ചവറ പാലം ഇറങ്ങുന്നിടത്ത് വലിയ ഒരു സൗധം കെട്ടിയിരിക്കുന്നു, അത് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ അക്കാഡമി. അതിന്ന് ഊരാളുകളായിട്ട് സ്വകാര്യവൽക്കരണം നടത്തി അത് പ്രവർത്തിക്കുന്നു. പക്ഷേ ഇതൊന്നുമല്ലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. അന്നിത് ഈ കൺസ്ട്രക്ഷൻ അക്കാഡമി പോലും കേന്ദ്രമന്ത്രി പറയുകയുണ്ടായി, രാജ് പ്രതാപ് സിംഗ് റൂഡിയാണ് ഉദ്ഘാടനം. ഇന്ത്യയിലാകമാനം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വരണമെന്നാണ്. തൊഴിൽ നൈപുണ്യത്തിന് ഒരു വലിയ വൈദഗ്ധ്യം നേടുന്ന സംരംഭമായിരുന്നു അതിനുശേഷം ഇവിടെ ഭരണമാറ്റമുണ്ടായി, LDF സർക്കാർ വരികയും അതിനുശേഷം 10 വർഷക്കാലം ഇങ്ങനെ പോയി. ഇതിനെ യശസ്വരീനായ വിജയൻ പിള്ള ഇവിടുത്തെ MLA ആകുകയും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ MLA, അതിന് മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ MLA ആയി വരികയൊക്കെ ചെയ്യും. അപ്പോഴെല്ലാം ഈ സൗധം ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അന്നത്തെ ആദ്യത്തെ തുറമുഖ മന്ത്രിയായിരുന്നു ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം ഇവിടെ ഒരു പ്രാവശ്യം സന്ദർശനത്തിന് വരികയും അന്നും ഞങ്ങൾ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇവിടുത്തെ കോഴ്സുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ ഇവിടുന്ന് മറൈൻ, ഇതേവണക്ക് നമ്മുടെ മറൈൻ സ്രാങ്ക് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ ഇവിടെ നടത്തിക്കൊണ്ടുപോയിരുന്നു. അന്ന് അത്തരത്തിലുള്ള കോഴ്സുകൾ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടത്തി, ഗൂഢനീക്കം. അത് കൊടുങ്ങല്ലൂരിലേക്ക്. അന്നേരം UDYF-ന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ തടയുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഇതിലേക്ക്, അന്നുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അവരെ കടത്തിവിടാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ജാഥയുമായി അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇത് സാർ ഇവിടുത്തെ കോഴ്സുകൾ കൊണ്ടുപോകാൻ പോകുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഒരു വാഗ്ദാനം തന്നു, അന്ന് ഇതിനെ പറഞ്ഞ് ഈ കോഴ്സുകളൊന്നും കൊണ്ടുപോയില്ല. പക്ഷേ പിന്നീട് ഞങ്ങൾ അറിയാൻ സാധിച്ചത് കൊടുങ്ങല്ലൂരിലേക്ക് ഈ കോഴ്സുകൾ മൊത്തം മാറ്റിയെന്നുള്ളത്. ഇന്ന് ഇത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു ഇവിടുത്തെ ഓരോ കോഴ്സുകളും. അതിനുശേഷം ഈ MLA ഇത്രയും നാളുകളായിട്ട് ഇതിന് ഇവിടെ ആള് കയറാതെ കാടും കയറി, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഒരു ശോചനീയ അവസ്ഥ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സാധാരണക്കാരന് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വികസനം എന്ന് പറയുമ്പോൾ ആ വികസനം ഇല്ലായ്മയുടെ ഒരു തെളിവാണ് ഒരാൾ കൊണ്ടുവന്ന ഒരു പദ്ധതി. ആ പദ്ധതിയെ ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ കഴിഞ്ഞ 5 വർഷം തള്ളി നീക്കുമ്പോൾ അദ്ദേഹം എന്തോ ഒരു നാടിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് അദ്ദേഹം തന്നെ തുറന്നു പറയണം. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ബഹുദിന മന്ദിരം, കടൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് വേണ്ടുന്ന കൃത്യമായ കോഴ്സുകൾ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിവെച്ച
ഒരു സ്ഥാപനം. എന്നാൽ ഇന്ന് ആ സ്ഥാപനത്തിന്റെ അവസ്ഥ എന്താണ്? കണ്ടു നോക്കണം. 10 വർഷക്കാലത്തെ കെടുകാര്യസ്ഥത നിറഞ്ഞ ഭരണത്തിന്റെ പരിണിത ഫലമാണ് 36 കോടി രൂപ മുടക്കി പണി കഴിപ്പിച്ച ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിന്റെ ഗുണഭോക്താക്കളാകേണ്ടിയിരുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ഭാവിയെ തല്ലിച്ചതച്ച ഒരു MLA-യുടെ കഥ. മാർച്ച് 10 ഇവിടെ നടന്നൊരു ചടങ്ങിന്റെ നോട്ടീസാണിത്. ഈ നോട്ടീസിൽ പറയുന്നു, കേരള മാരിടൈം ചരിത്രത്തിലെ പുതുയാത്രയ്ക്ക് തുടക്കമാകുന്നു. മാരിടൈം എഡ്യൂടൈൻമെന്റ് മേഖലയിലെ ആദ്യ PPP പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും അംഗീകാര പത്രത്തിന്റെ ഔദ്യോഗിക കൈമാറ്റവും ബഹുമാനപ്പെട്ട സഹകരണം ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കുന്നു എന്ന് പിണറായി വിജയന്റെയും സുജിത് വിജയൻ പിള്ളയുടെയും വാസവന്റെയും ചിരിച്ചിരിക്കുന്ന ഒരു ചിത്രമടക്കുന്ന ഈ നോട്ടീസ് പുറത്തിറങ്ങിയത് 2026 മാർച്ച് 10 2011 പണി ആരംഭിച്ച് 2016 പണി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്നാൽ ദീർഘവീക്ഷണമില്ലാത്ത ഒരു സർക്കാർ 10 വർഷക്കാലം തകർത്ത് തരിപ്പടമാക്കിയതിന്റെ ചരിത്രം ഈ നോട്ടീസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. UDF സർക്കാർ UDF-ന്റെ MLA ചവറയ്ക്ക് വേണ്ടി കൊണ്ടുവന്നൊരു പദ്ധതി, 36 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങൾ. ആ പദ്ധതി 10 വർഷക്കാലം മുടക്കിയിട്ടിട്ട് ഈ കെട്ടിടങ്ങൾ നശിപ്പിച്ചിട്ട് ഈ ഇലക്ഷൻ അടുത്ത കാലത്ത് ഇത്തരവും ഒരു നോട്ടീസുമായി വരാൻ നാണമില്ലേ ചവറയുടെ MLA-ക്ക് എന്ന ചോദ്യം ഞാൻ ഉന്നയിക്കില്ല. കാരണം നാണത്തിന്റെ പ്രശ്നമല്ല. 10 വർഷക്കാലങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് വോട്ട് കുത്തിയ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങളെയാണ് നിങ്ങൾ വഞ്ചിച്ചിരിക്കുന്നത്. ഇതിനുത്തരം പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 10 വർഷങ്ങൾക്കിപ്പുറം ഈ അക്കാഡമി പ്രവർത്തനം ആരംഭിച്ചോ എന്ന്. ഇല്ല. ഈ നാട്ടിലെ, കേരളത്തിലെ, ചവറയിലെ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി ഷുബു ബേബി ജോൺ കൊണ്ടുവന്ന ഈ പദ്ധതി ഇല്ലാതാക്കിയിരിക്കുന്നു. 14 ഏക്കർ ഭൂമി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയിരിക്കുന്നു ഇടതു സർക്കാർ. അതിന് ചുക്കാൻ പിടിച്ചത് ചവറ MLA-യും. കാരണം ഇതൊരു ആര് ചെയ്താലും ഒരു തുടർ വികസനം എന്ന് പറയുന്ന ഒരു തുടർ കഥയാണ്. അപ്പോൾ UDF-ന്റെ കാലത്ത് കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ LDF വന്ന് അത് ചിലപ്പോൾ പൂർത്തീകരിച്ച് അതിന് ഉദ്ഘാടനം നിർവഹിക്കും. അത്തരത്തിൽ ഇത് ഷിബു ബേബി ജോൺ കൊണ്ടുവന്നത് കൊണ്ട് ഇതിനെ ഒന്നും പ്രവർത്തിപ്പിക്കില്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. കാരണം ഇതൊരു രാഷ്ട്രീയ അസഹിഷ്ണുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ പോയത് വലിയൊരു ജനങ്ങളോട് ചെയ്ത വലിയൊരു ക്രൂരത തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചവറയിൽ നല്ല ചൂടാണ്, രാഷ്ട്രീയ ചൂടും വളരെ വലുതാണ്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല. മാരിടൈം മേഖലയിൽ തൊഴിലെടുക്കുന്ന വിദഗ്ധ തൊഴിലാളികൾക്ക് വലിയ ശമ്പളമാണ് ലോകത്തിന്റെ എല്ലാ കോണുകളിലും ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാരിടൈം കോഴ്സുകൾ പഠിക്കുന്നതിന് സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈടാക്കുന്നത് വലിയ ഫീസുമാണ്. ചവറയിലെ അടക്കമുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുടുംബത്തിലെ കുട്ടികൾക്ക് ഇത്തരം കോഴ്സുകൾ പൂർത്തീകരിക്കുവാൻ സ്വകാര്യ മേഖലയിൽ വലിയ പണം ചിലവാക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികളെ അടുത്തറിയുന്ന, കുടുംബങ്ങളെ അടുത്തറിയുന്ന, സാധാരണക്കാരെയും തൊഴിലാളികളെയും അടുത്തറിയുന്ന ഷിബു ബേബി ജോൺ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ സ്വന്തം മണ്ഡലമായ ചവറയിൽ ഇത്തരമൊരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. 10 വർഷക്കാലം MLA-മാരായിരുന്ന വിജയൻ പിള്ളയും അദ്ദേഹത്തിന്റെ മകൻ സുജിത് വിജയൻ പിള്ളയും തല്ലിക്കൊഴിച്ചത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. ഇലക്ഷൻ അടുത്ത കാലത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് ചെറിയ ഫീസിൽ കോഴ്സുകൾ പഠിപ്പിക്കുവാൻ സർക്കാർ തലത്തിൽ തുടങ്ങിയ ഈ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള ശ്രമം കൂടിയാണ് ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ MLA-യും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കണം. മടങ്ങി വരണം ചവറയുടെ പ്രതാപകാലം. ദീർഘവീക്ഷണത്തോടെ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് എന്ത് എന്നറിയാവുന്ന ജനപ്രതിനിധി ചവറയിൽ ഉണ്ടാകണം. ആ ആവശ്യം ഉയരുന്നുണ്ട് ചവറയുടെ മുക്കിലും മൂലയിലും. ഇവിടുത്തെ കാലാവസ്ഥയേക്കാൾ ചൂടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പോരാട്ടത്തിന്. അത് വികസനത്തിന് വേണ്ടിയുള്ളതാണ്, ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. കണ്ടറിയണം ആര് ജയിക്കും, ആര് നേടും, ആര് വീഴും എന്നുള്ളത്. ഇലക്ഷൻ എടുത്തപ്പോൾ കേരളമാകെ കാണുന്ന കല്ലടിയിൽ മത്സരം പോലെ ചവറയിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഷിബു ബേബി ജോൺ കൊണ്ടുവന്ന പദ്ധതി തല്ലി തകർത്തിട്ട് നോട്ടീസും അച്ചടിച്ച് ഇറങ്ങിയിരിക്കുന്നു ഇടതു സർക്കാർ. അത്രമാത്രം. വെറും പറ്റിക്കൽ, കബളിപ്പിക്കൽ. ആരെയാണ്? നിങ്ങൾ വോട്ട് ചെയ്ത ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 10 വർഷങ്ങൾക്കിപ്പുറമാണ് ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നത്. ആ ചടങ്ങിന് വേണ്ടിയാണ് ഞാൻ ഈ നിൽക്കുന്ന മേഖലയിലെ കാടൊക്കെ വെട്ടിത്തെളിച്ചത്. പക്ഷേ ഈ പാവപ്പെട്ടവന്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ സമ്മതിക്കാത്ത ഇവിടുത്തെ ഇടത് ജനപ്രതിനിധിയോടൊരു ചോദ്യം.
ഈ പാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് തീർക്കും? ചവറയുടെ വികസന സ്വപ്നങ്ങളും മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിസരം പോലെ കാട് മൂടിക്കിടക്കുകയാണ്. അവയെല്ലാം വെട്ടിത്തെളിക്കപ്പെടണം. ചവറയ്ക്ക് വീണ്ടും ആ പ്രതാപ കാലഘട്ടത്തിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. അതിനാണ് ഷിബു ബേബി ജോൺ ശ്രമിക്കുന്നത്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിൽ പടുതുയർത്തിയ പദ്ധതികളെല്ലാം കേവല രാഷ്ട്രീയത്തിന്റെ പേരിൽ മുഖം തുരിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞ ചരിത്രമാണ് കഴിഞ്ഞ 10 വർഷക്കാലം ചവറയ്ക്ക് പറയുവാനുള്ളത്. ചവറയിൽ നാഷണൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന 14 ഏക്കറോളം വിസ്തൃതിയുള്ള ഭൂമിയിൽ ഈ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിട്ടിരിക്കുന്നത് കടലിന്റെ മക്കളുടെ, ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ്. കേവലം രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ മാത്രം, അല്ലെങ്കിൽ സർക്കാരിന് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം 10 വർഷക്കാലങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താതെ കേരളത്തിലാകെ 2 മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണുള്ളത്. ഒന്ന് കൊടുങ്ങല്ലൂരിലും ഒന്ന് ചവറയിലും. എന്നാൽ ഇന്ന് ചവറയിലെയും കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും കടലിന്റെ മക്കൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെങ്കിൽ, സർട്ടിഫിക്കേഷൻ നേടണമെങ്കിൽ കൊടുങ്ങല്ലൂരിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. ചവറയിൽ നിന്ന് പൂർണ്ണമായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാതാക്കിയിരിക്കുന്നു. 14 ഏക്കർ സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയിരിക്കുന്നു. ഷിബു ബേബി ജോൺ എന്ന ദീർഘവീക്ഷണമുള്ള ജനപ്രതിനിധി, ദീർഘവീക്ഷണമുള്ള മന്ത്രി, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ നിന്ന് പടുത്തുയർത്തിയ ഈ കെട്ടിടങ്ങൾ ഇന്ന് സ്മാരകങ്ങളായി മാറുകയാണ്. ഇത് അനുവദിച്ചുകൂടാ. തുടർഭരണത്തിന്റെ അഹങ്കാരത്തിൽ ഈ നാട്ടിൽ എന്തും ചെയ്യാം എന്ന് കരുതുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇതിന് അറുതി വരിക തന്നെ വേണം. എന്റെയും നിന്റെയും ഓരോ സാധാരണക്കാരന്റെയും നികുതി പണമാണ് ഇങ്ങനെ ഇവിടെ നശിച്ചു കിടക്കുന്നത്. വെറുതെ അങ്ങ് നശിച്ചതല്ല കേട്ടോ, രാഷ്ട്രീയത്തിന്റെ പേരിൽ നശിപ്പിച്ചതാണ്. ഒരു നാടിന്റെ വികസന പ്രവർത്തനത്തിനെയെല്ലാം 10 വർഷക്കാലം പിന്നോട്ടടിച്ച നെറികെട്ട കാലം, അതിന് അറുതി വരുമോ? ചവറയിൽ ദീർഘവീക്ഷണമുള്ള ജനപ്രതിനിധികൾ ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ ദീർഘവീക്ഷണമുള്ള മന്ത്രിമാരുണ്ടാകണം. എങ്കിലേ ഈ നാടിന്റെ സ്വപ്നങ്ങൾ പൂവണിയുകയുള്ളൂ. ഇതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നാടിനെ നശിപ്പിച്ച 10 വർഷത്തെ ചരിത്രത്തിന്റെ നേർചിത്രങ്ങൾ മാത്രമാണ്. കടലിന്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിയാവുന്ന ഒരു ജനപ്രതിനിധി അവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി 36 കോടി രൂപ ചെലവിൽ ചവറയിൽ പണിതീർത്ത ഈ സ്ഥാപനം മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് 10 വർഷക്കാലം കൊണ്ട് ഇല്ലായ്മ ചെയ്തത് പോരാഞ്ഞിട്ട് ആ സ്ഥാപനത്തിന്റെ ഭൂമി കൂടി സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതി കൊടുത്തിരിക്കുന്നു ചവറയുടെ MLA സുജിത്ത് വിജയൻ പിള്ളയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഇടതുപക്ഷ സർക്കാരും. മറുപടി പറയേണ്ടത് സുജിത്ത് വിജയൻ പിള്ളയാണ്. മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്ത് സംഭവിച്ചു? ഷിബു ബേബി ജോണിനോടുള്ള എതിർപ്പാണോ അതോ UDF-നോടുള്ള എതിർപ്പാണോ ഈ സ്ഥാപനം ഇല്ലായ്മ ചെയ്യാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകം? മറുപടി പറയണം മിസ്റ്റർ MLA. ഇല്ലെങ്കിൽ ജനം നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യും. കൊല്ലത്തെ ചവറയിൽ നിന്നും ക്യാമറമാൻ രോഹിത് രവീന്ദ്രനോടൊപ്പം രോഹിത്, നേഷൻ ഫസ്റ്റ്.